തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് കർത്താവായ യേശുവേ, അങ്ങയുടെ മരണത്തിന്റെ തലേ രാത്രിയിൽ അങ്ങയുടെ പ്രിയപ്പെട്ട 12 ശിഷ്യന്മാരെ ഒരു മേശയ്ക്ക് ചുറ്റുമിരുത്തി അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് നൽകിക്കൊണ്ട് അങ്ങ് അരുളി ചെയ്തില്ലേ, ഇതിന്റെ ശരീരമാണ്, വാങ്ങി ഭക്ഷിക്കുക. ആ പാനപാത്രം എടുത്ത് ആശീർവദിച്ച് അവർക്ക് നൽകിക്കൊണ്ട് അങ്ങ് അരുളി ചെയ്തു, ഇതിന്റെ രക്തമാണ്, വാങ്ങി പാനം ചെയ്യുക. തമ്പുരാനെ, അങ്ങ് അവസാനത്തെ രാത്രിയിൽ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു. അതിനുശേഷം അങ്ങ് അവസാനമായി ശിഷ്യന്മാർക്ക് ഒരു കൽപ്പന നൽകി, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യ്. നല്ല തമ്പുരാനെ, എത്രമാത്രം അങ്ങ് ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാനായിട്ട്. ഞങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വന്ന് ഞങ്ങളുടെ ഓരോ തുള്ളി രക്തത്തിലും ഓരോ കോശത്തിലും അലിഞ്ഞു ചേരുവാൻ ആഗ്രഹിക്കുന്ന ദിവ്യകാരുണ്യേശ്വരേ, മരിക്കുന്നതിന് മുമ്പ് അവസാനമായി അങ്ങ് ഞങ്ങൾക്ക് നൽകിയ കൽപ്പന പരിശുദ്ധ കുർബാന അർപ്പിക്കാനാണല്ലോ. തമ്പുരാനെ, ഞങ്ങളുടെയൊക്കെ അപ്പനോ അമ്മയോ ഒക്കെ മരിക്കുമ്പോൾ അവസാനമായിട്ട് ഞങ്ങളോടൊരു കാര്യം പറഞ്ഞാല് എത്ര ബുദ്ധിമുട്ടിയാണെങ്കിലും ഞങ്ങൾ ആ കാര്യം സാധിക്കും. കാരണം അതെൻ്റെ അപ്പൻ്റെ അവസാനത്തെ ആഗ്രഹമാണ്. എൻ്റെ അമ്മ എന്നോട് ആവശ്യപ്പെട്ടത്, അവസാനമായിട്ട് ആവശ്യപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ യേശുവേ, അങ്ങ് ഞങ്ങളോട് അവസാനമായിട്ട് ആവശ്യപ്പെട്ടത് പരിശുദ്ധ കുർബാന സ്വീകരിക്കുവാനും ആ പരിശുദ്ധ കുർബാനയായി മാറുവാനുമാണല്ലോ. തമ്പുരാനെ, ഈ പരിശുദ്ധമായ നിമിഷത്തില് അപ്പത്തിന്റെ രൂപത്തിൽ ഞങ്ങൾ എഴുന്നള്ളി വന്നുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ ഹൃദയത്തിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന അങ്ങേ തമ്പുരാനെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ദിവ്യകാരുണ്യത്തില് എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ, പ്രിയപ്പെട്ടവർ, നമുക്കൊന്നു ചേർന്ന് ആരാധിക്കാം. ഈ ആരാധനയുടെ സമയത്ത് മുഴുവനും ദിവ്യകാരുണ്യത്തിന്റെ കൃപ ലഭിക്കുവാനായിട്ട്
ദിവികാരണത്തിലുള്ള ജീവിക്കുന്ന ദൈവത്തെ തിരിച്ചറിയുവാനുള്ള കൃപ ലഭിക്കുവാനായിട്ട് ആഗ്രഹിച്ച് ദാഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യാം. ഈശോ അണയും പാവന നിമിഷമിതാ, തിരുജീവൻ പകരും നിർമ്മല നിമിഷമിതാ. ജീവിത ദുഃഖങ്ങൾ തിരുക്കൈകളിലേകിടുന്നു. എന്റെ രോഗവും എന്റെ വേദനയും തിരുപാദത്തിലർപ്പിക്കുന്നു. ഈശോ അണയും പാവന നിമിഷമിതാ, തിരുജീവൻ പകരും നിർമ്മല നിമിഷമിതാ. സൗഖ്യം തരേണമേ, സൗഖ്യം തരേണമേ. കർത്താവായ യേശുവേ, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലാണ് പരിശുദ്ധ കുർബാനയെ കുറിച്ച് പഠിപ്പിക്കുക. എത്ര മനോഹരമായിട്ടാണ് ഈശോയെ അതിൻ്റെ ഒരു സാഹചര്യം ഒരുക്കുക. അങ്ങനെ വചനം ശ്രവിക്കാൻ വന്ന 5000-ഓളം വരുന്ന മനുഷ്യർക്ക് 5 അപ്പം ആശീർവദിച്ച് മുറിച്ചങ്ങ് നൽകി അത്ഭുതം